അത് നിങ്ങളെപ്പോലത്തെ തീവ്രവാദികൾ ഈ രാജ്യത്ത് നിന്ന് നശിപ്പിക്കണം. ഞാൻ കൂറ് പാകിസ്ഥാനോടും ചോറ് ഇന്ത്യയിലുവാ. അതാ നിങ്ങളെ സ്വഭാവം, ഈ സുഡാപ്പികള്. അതുകൊണ്ട് നിങ്ങളെ പതപ്പിക്ക സുഡാപ്പി എന്നല്ല, നിങ്ങളെന്ന വർഗത്തിന്റെ എല്ലാം കണക്കാ. ലീഗ് എന്നാളുള്ളൂ, സംഗതി എല്ലാം കണക്കാ. എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, എൻ്റെ കല്യാണമാണ് എന്ന് പറഞ്ഞ ചില ആളുകൾ വരാറുണ്ടല്ലോ. പേര് പറയണമെന്നില്ല, എന്നാലും പറയാണ്. അവറ്റകളുടെ പേരാണ് സംഘി അഥവാ സംഘികൾ എന്ന് പറയും. ഈ സംഘികൾക്ക് വേണ്ടിയാണോ എൻ്റെ കർത്താവെ ഈ മാപ്പ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരാണ് അതിനെ കൂടപ്പിറപ്പായി കൂടെ കൂട്ടി നടക്കുന്നുള്ളത്. സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴിക്കോട്ടെ വടകരയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ പുറത്തു വന്നു. ആ ഓഡിയോയിൽ പ്രജ എന്ന് പറയുന്ന ഒരു സംഘി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇവിടെ ഞങ്ങൾ തോറ്റതിൽ ഞങ്ങൾക്ക് വിഷമമില്ല, പക്ഷേ ഞങ്ങൾ നിങ്ങൾക്കെതിരെ നീക്കം നടത്തുക തന്നെ ചെയ്യും. നിങ്ങളെ ഞങ്ങൾ നാട് കടത്തും. മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ എന്നും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് ലീഗുകാരനായാലും STP കാരനായാലും ഞങ്ങൾക്കെല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് ആട്ടി ഓടിക്കാനുള്ള എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്യും എന്നുള്ളതായിരുന്നു ആ യുവാവിൻ്റെ ഓഡിയോ. പിന്നീട് കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓഡിയോ വൈറലായതോടുകൂടി യുവാവും വൈറലായി. അതായത് യുവാവിൻ്റെ മാപ്പ് പറച്ചിലും വൈറലായി. അത് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് ഓഡിയോ കേൾക്കുന്നതായിരിക്കും. അതിനു മുൻപ് ചില ആളുകൾ വിളിച്ച് പരാതി പറയുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല, വാർത്തകൾ ലഭിക്കുന്നില്ല എന്ന്. പബ്ലിക് കേരള ഒരു ദിവസം 8ൽ കൂടുതൽ വാർത്തകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ എത്ര വാർത്ത കാണുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നില്ല എങ്കിൽ പബ്ലിക് കേരള എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്തിട്ട് പബ്ലിക് കേരളയുടെ പേജിൽ കയറി കഴിഞ്ഞാൽ എല്ലാ വാർത്തകളും ലഭിക്കുന്നതായിരിക്കും. തുടരെ ഈ രീതി പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമുക്ക് ഓഡിയോ ക്ലിപ്പ് കേൾക്കാം. ഇങ്ങനത്തെ പോസ്റ്റർ ഇട്ടിട്ടൊന്നും എനക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ കേരളത്തിൽ ഒരു സീറ്റ് പോയിട്ട് ഞങ്ങൾക്കിപ്പോ ഒന്നും വരുവാനും വലിയൊരു സീറ്റ് 1 or 2 സീറ്റ് കിട്ടുമൊന്നും പ്രശ്നമില്ല. ഞാളായിട്ട് തന്നെ വേണ്ടത്. പക്ഷെ ഇങ്ങളെവിടെ ഞാള് വെച്ച് പൊറപ്പിക്കൂല. ഞാളെ ലക്ഷ്യം അതാ. നിങ്ങളെ ഈ തീവ്രവാദം ഉണ്ടല്ലോ, ഈ രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്ന നിങ്ങളെ ഈ വർഗീയമായ ചിന്താഗതി അതിവിടെ വെച്ച് പൊറപ്പിക്കൂല ഞങ്ങള്. പിന്നെ വേറൊന്ന്, ഇപ്പം കള്ളപ്പണം നിങ്ങൾക്ക് നടക്കുന്നില്ല, സ്ഥലം കച്ചവടം നടക്കുന്നില്ല. ഇതെല്ലാം തന്നെയാണ് നിങ്ങളെ പ്രശ്നം. മറ്റേ ഏതെങ്കിലും ഒരു ഹിന്ദു ഒരു ചെറിയ പൈസക്ക് സ്ഥലം പോയി കച്ചവടമാക്കുമല്ലോ, അത് നിങ്ങൾക്ക് നടക്കുന്നില്ല. കൊയല് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഇത് മക്കളെ ഉണ്ടാക്കിയിട്ടിട്ട് കുടുങ്ങിയിട്ടുള്ളല്ലോ, ആലോചനത്തിന് ഉണ്ടാക്കിയിട്ടല്ലോ, എന്നിട്ട് തിന്നാനും കൊടുക്കാനാന്നില്ല, പട്ടിണിയായി. അതുകൊണ്ട് നിങ്ങളെ ഈ പതപ്പിക്കലൊന്നും എന്തായാലും ഇവിടെ നടക്കുമല്ല. രാഷ്ട്രീയം വരും പോകും, ആര് ജയിക്കും തോക്കും ഞാക്ക് വിഷയമല്ല. ഞാക്ക് ഈ രാജ്യം നിലനിൽക്കണം. അത് നിങ്ങളെപ്പോലത്തെ തീവ്രവാദികൾ ഈ രാജ്യത്ത് നിന്ന് നശിപ്പിക്കണം. ഞാൻ കൂറ് പാകിസ്ഥാനോടും ചോറ് ഇന്ത്യയിലുവാ. അതാ നിങ്ങളെ സ്വഭാവം, ഈ സുഡാപ്പികള്. അതുകൊണ്ട് നിങ്ങളെ പതപ്പിക്ക സുഡാപ്പി എന്നല്ല, നിങ്ങളെന്ന വർഗത്തിന്റെ എല്ലാം കണക്കാ. ലീഗ് എന്നാളുള്ളൂ, സംഗതി എല്ലാം കണക്കാ. എന്തായാലും നിങ്ങളെ അതിവിടെ നടക്കൂല. നമുക്ക് ഇവിടെ രാഷ്ട്രീയം എന്തായാലും വന്നാലും പോയാലും എന്റെ പതപ്പിക്കൽ നടക്കൂല. അങ്ങനെ ശരി, എന്റെ അടുത്ത് തെറ്റ് പറ്റി പോയതാ. ഇനി എന്റെ കമ്പനിക്കാരോടെല്ലാം പറയണം. അതുപോലെ തമ്മിൽ ഓനൊരുത്തൻ അങ്ങനെ പറഞ്ഞാൽ ഓൻ അങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ പോലുള്ളൊരു പ്രശ്നം ഉണ്ടാകരുത്. ഇന്നലെ വിചാരിച്ചാൽ നടക്കൂ. എന്താന്ന് വെച്ചാല് എനിക്കറിയാലോ, എനിക്കിപ്പോ എന്റെ വീട്ടിലെ സ്ഥിതി, ഞാനിപ്പോ ഒരു കല്യാണം ഒന്ന് സെറ്റായി വരാം. അതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം സീനായിപ്പോ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ സ്വന്തം അനിയനെ പോലെ അതിനെ കണ്ടിട്ട് പറയുന്നു. ഇന്നെല്ലാം വിചാരിച്ചിട്ട് പറയണം പ്ലീസ്. ഞാൻ അങ്ങനെ അറിഞ്ഞും കൊണ്ടൊന്നും ചെയ്ത കാര്യമല്ല. പക്ഷെ ഞാനും ഓനും എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഒരു സ്വന്തം ഏട്ടൻ അനിയെ പോലെ ഒരുമിച്ച് ഒരു വീട്ടിൽ നിൽക്കുന്ന ആളുകളാണ്. ഓൻ്റെ വീട് നിന്ന് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഞാൻ അങ്ങനെ കഴിയുന്ന ആളുകളെ ആള്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആരോട് അന്വേഷിച്ചാൽ പറഞ്ഞുതരും. പ്രജീന സിറാജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആള് ചെറുപ്പത്തിലേ ഒരുമിച്ച്. പക്ഷെ ഞങ്ങളിങ്ങനെ രാഷ്ട്രീയമാണ്, STP ആണ്, ഞാനൊരു BJPന്റെ അനുഭാവിയാണ്. ഞങ്ങളങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലുണ്ട്. അപ്പോൾ ഓൻ കുറെ പറഞ്ഞ് എന്നെ ചൂടാക്കിയപ്പോൾ എന്നോട് അറിയാണ്ടെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടുപോയി. അത് ഓൻ സെൻഡ് ചെയ്തല്ലോ, എന്തോ ഓൻ്റെ കയ്യിൽ നിന്ന് ഓനാണെങ്കിൽ അതിലും വലിയ ടെൻഷനായിട്ടുള്ള അങ്ങ്
അവൻ ഭയങ്കര ടെൻഷനില്ല അവനുള്ള. അവൻ്റെ ഏട്ടൻ അതുകൊണ്ട് ഒന്നും വിചാരിക്കുക, ഞാൻ അറിഞ്ഞും കൊണ്ട് ചെയ്തതല്ല, എനിക്ക് അറിയാണ്ട് കയ്യിൽ നിന്ന് വിട്ടുപോയി. ക്ഷമിക്കുക പ്ലീസ്, എനിക്കൊരവസരം പ്ലീസ്. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ എത്ര നിങ്ങൾ എന്നോട് ആരോട് വേണ്ടെങ്കിലും ചോദിച്ചാൽ മതി എന്നെ പറ്റിയിട്ട്. ഞാൻ അങ്ങനത്തെ രാഷ്ട്രീയ പ്രവർത്തകനൊന്നുമല്ല. ഞാനും എൻ്റെ ഒരു ചൂടാക്കൽ എന്നോട് കയ്യിൽ നിന്ന് അറിയാണ്ട് അങ്ങ് വിട്ടുപോയി. അതുകൊണ്ട് എനിക്കൊരവസരം തരണം. ഇനി എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. ഞാൻ അങ്ങനത്തെ ഒരു വിരോധിയോ കാര്യം. ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളാളെ വീട്ടിൽ നിന്ന് പണിയെടുക്കുന്നത്. അത് സുറാനും സൗദിനും എൻ്റെ ഫ്രണ്ടിനൊക്കെ അറിയാം. ഞാൻ അവനോട് എപ്പോഴും പറയലുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെ വീട്ടിൽ പണിയെടുക്കുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കിട്ടും നിങ്ങളെ വീട്ടിൽ നിന്ന് എന്നൊക്കെ ഞാൻ അവനോട് പറയും യൂസ് ആയിട്ടും. പക്ഷെ അങ്ങനത്തെ ഒരു വിരോധമൊന്നല്ല. പക്ഷെ ഞാനിത് ഓനൊന്ന് ചൂടാക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞു. അത് ശേഷം ഓവറായിപ്പോയെന്ന് മനസ്സിലായി. പ്ലീസ് ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്.